ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്ക് ക്ലാസ് റൂം എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാമെന്ന് നോക്കാം. LP ക്ലാസ്സുകൾക്കായിരിക്കും ഇത് കൂടുതൽ പ്രയോജനം. നമുക്ക് ഓരോ സബ്ജക്റ്റ് വൈസ് ഉണ്ടാക്കാം. ആദ്യമായി മാത്സുമായി ബന്ധപ്പെട്ടാണ് ഞാനിവിടെ കുഞ്ഞുങ്ങൾക്ക് നമ്പേഴ്സ് പരിചയപ്പെടുത്താനാണ്. അതിനായിട്ട് പല കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു A4 ഷീറ്റിന്റെ കളർ A4 ഷീറ്റിന്റെ പകുതി മതിയാവും. അത് തന്നെ നമുക്ക് രണ്ടായിട്ട് മടക്കിയിട്ട് റൗണ്ട് വെട്ടിയെടുക്കുകയാണ് വേണ്ടുന്നത്. ഏതെങ്കിലും പാത്രത്തിന്റെ അടപ്പോ മറ്റോ ഉപയോഗിച്ച് നമുക്ക് റൗണ്ട് വരച്ചിട്ട് വെട്ടിയെടുക്കാം. നമ്മൾ ഇതുപോലെ ഒരു റൗണ്ട് വെട്ടിയെടുക്കണം. ഈ റൗണ്ട് നമുക്കിനി വെട്ടിയെടുക്കാം. നമുക്ക് കുറച്ച് വട്ടം ആവശ്യമാണ്. നമ്മളിവിടെ കുറച്ച് വട്ടം വെട്ടിയെടുത്തിട്ടുണ്ട്. ആകെ നമുക്ക് 10 എണ്ണമാണ് വേണ്ടത്. നമ്മളൊരു പുഴുവിലാണ് നമ്പേഴ്സ് എഴുതുന്നത്. 1 മുതൽ 9 വരെയുള്ള സംഖ്യകളാണ് എഴുതുന്നത്. 10ാമത്തെ വട്ടം നമുക്ക് പുഴുവിന്റെ മുഖത്തിന് വേണ്ടിയാണ്. ഇനി നമുക്ക് ഈ വട്ടത്തില് 2 കണ്ണുകൾ വരച്ചു കൊടുക്കാം. നമുക്ക് 2 കണ്ണുകൾ വരയ്ക്കാം. ഇനി നമുക്കൊരു വാ കൂടി വരച്ചു ചേർക്കാം. നമുക്കിത് കളർ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിന് 2 കൊമ്പ് ആവശ്യമാണ്. അത് ബ്ലാക്ക് കളർ ചാർട്ടിലാണ് നമ്മൾ വെട്ടിയെടുക്കേണ്ടത്. ഈ ഒരു ഷേപ്പിൽ വേണം നമുക്കത് വെട്ടിയെടുക്കാൻ. നമ്മൾ ഇതുപോലെ 2 കൊമ്പുകൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ചെയ്തു വെച്ച ആ തലയിലെ അടിവശത്തായിട്ട് നമുക്ക് ഇങ്ങനെ കൊമ്പുകൾ ഒട്ടിച്ചു വെക്കാം. നമ്മൾ റൗണ്ട് വെട്ടിവെച്ചത് നമുക്ക് ഇതുപോലെ അതിന്റെ തലയോട് ചേർത്ത് വെച്ചിട്ട് ഓരോ റൗണ്ടിലും നമ്പേഴ്സ് എഴുതാം. 1, 2, 3 നമ്പേഴ്സ് എഴുതി വെക്കാം. എഴുതിയതിനു ശേഷം ഇതിങ്ങനെ ഓരോ സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് ആ റൗണ്ടിൽ നമ്പേഴ്സ് എഴുതാം. ഇതുപോലെ എല്ലാ റൗണ്ടിലും നമ്പേഴ്സ് എഴുതി വെക്കാം. നമ്മളിത് ചേർത്ത് ഒട്ടിക്കുകയാണ് വേണ്ടത്. ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് സൈഡിൽ ഒട്ടിച്ചാലും മതി. പശ വെച്ചിട്ട് അതല്ലാന്നുണ്ടെങ്കിൽ പശ ചെറുതായിട്ട് തേച്ചിട്ട് ഇവിടെ ഒട്ടിച്ചാലും മതി. നമ്മളങ്ങനെ 1, 2, 3 നമ്പേഴ്സ് എഴുതി തയ്യാറാക്കിയിട്ടുണ്ട്. ഈ നമ്പേഴ്സിനടിയിലായിട്ട് നമുക്ക് വേണമെങ്കിൽ ആ പുഴുവിന് കാലുകൾ വയ്ക്കാവുന്നതാണ്. ഭിത്തിയിൽ ഒട്ടിക്കുമ്പോൾ അത് വരച്ച് ചേർക്കാം. അതല്ലെങ്കിൽ നമ്മൾ ഈ പുഴുവിന്റെ കൊമ്പ് തയ്യാറാക്കിയപ്പോൾ വെട്ടിയെടുത്തതുപോലെ ബ്ലാക്ക് ചാർട്ടില് കാലുകൾ വെട്ടി ഒട്ടിക്കുകയും ചെയ്യാം. അങ്ങനെ ഗണിതവുമായി ബന്ധപ്പെട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒന്നാണിത്. അടുത്തതായിട്ട് നമുക്ക് മലയാളം അക്ഷരങ്ങൾ എഴുതിയിടാം. അക്ഷരങ്ങൾ ക്ലാസ്സിൽ എഴുതിയിടാനായിട്ട് ഞാൻ 2 കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഒരു ഐസ്ക്രീം മോഡലിൽ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ ബ്രൗൺ പേപ്പർ അതിന്റെ കോണിനും ക്രീമിനായിട്ട് നമുക്ക് പല കളർ പേപ്പറും എടുക്കാം. നമുക്ക് ബ്രൗൺ കളർ പേപ്പറിൽ ത്രികോണാകൃതിയിൽ ഒരു കോൺ ഷേപ്പിൽ നമുക്ക് വെട്ടിയെടുക്കാം. ഇത്രയും മതിയാകും. ഇവിടുന്ന് കുറച്ച് ഭാഗത്തിൽ വിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. നമ്മൾ ക്രീമിന്റെ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ഷേപ്പിൽ നമുക്ക് വെട്ടിയെടുക്കാം. ഇത്രയുമാണ് നമുക്ക് വെട്ടിയെടുക്കേണ്ടത്. ഇത് രണ്ടും നമുക്ക് 15 എണ്ണം വീതം വെട്ടിയെടുക്കാം. നമ്മൾ ഇതുപോലെ കോണും വെട്ടിയെടുത്തിട്ടുണ്ട്, ക്രീമിനും വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു റെഡ് കളർ ചെറിയ വട്ടം കൂടി വെട്ടിയെടുത്ത് ഇവിടെയായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. പിന്നീട് ഇവിടെ പശ തേച്ചിട്ട് നമുക്ക് ഇതുകൂടി ഇങ്ങോട്ട് ചേർത്ത് വെച്ച് ഒട്ടിക്കാം. നമ്മളിവിടെ പശ തേച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഈ ക്രീം ഇങ്ങനെ വെച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഒട്ടിച്ചെടുക്കാം. പിന്നീട് നമ്മൾ വെട്ടിയെടുത്ത റെഡ് ചെറിയുടെ ഷേപ്പിൽ വെട്ടിയെടുത്തത് കൂടി ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പം നമ്മളൊരു ഐസ്ക്രീമിന്റെ ഷേപ്പിൽ ഇത് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ അക്ഷരങ്ങൾ എഴുതി കൊടുക്കാം. ഞാൻ ആ ഇ ആണ് എഴുതുന്നത്. ഒരക്ഷരം മുകളിൽ എഴുതാം.
അതിന്റെ ചിഹ്നം നമുക്ക് താഴെ എഴുതാം. നമുക്ക് ഇതിലായിട്ട് ഇനി അക്ഷരം എഴുതി കൊടുക്കാം. മുകളിൽ നമുക്ക് അക്ഷരം എഴുതാം. ഇനി താഴെ നമുക്ക് അതിന്റെ ചിഹ്നമാണ് എഴുതേണ്ടത്. അങ്ങനെ നമ്മൾ ഓരോന്നും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ, ഈ, ഉ, ഇർ, എ, ഐ, ഓ, ഔ, ആ. ഇനി ഇത് നമുക്ക് ചരലിൽ തൂക്കിയിടുകയോ അല്ലെങ്കിൽ ഭിത്തിയിൽ ഒട്ടിച്ചു വെക്കുകയോ ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് എഴുതാം. അതിനായിട്ട് നമ്മൾ ഒരു ചതുരത്തിലുള്ള പേപ്പർ എടുത്തിട്ടുണ്ട്. നമുക്ക് A4 ഷീറ്റ് 4ആയിട്ട് മടക്കിയെടുക്കാം. ഞാനിവിടെ കളർ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. അത് 4ആയിട്ട് മടക്കിയതിൽ ഒരു പേപ്പറാണിത്. ഇത് നമുക്ക് ABCD എഴുതാനായിട്ട് ഉപയോഗിക്കാം. ഇത് നമുക്ക് ഒരു തോരണം പോലെ ചെയ്തെടുക്കാം. എളുപ്പത്തിനായിട്ട് നമുക്കിത് 2ആയിട്ട് മടക്കിയിട്ട് വേഗത്തിൽ കട്ട് ചെയ്യാം. നമുക്ക് ഇത് ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് മടക്കി കൊടുക്കാം. ഇത് എളുപ്പത്തിൽ വെട്ടാൻ വേണ്ടിയാണ്. ഒരു സൈഡിൽ നിന്ന് മടക്കിയിട്ട് ഇവിടെ നിന്ന് ത്രികോണം പോലെ കുറച്ചങ്ങോട്ട് വെട്ടിക്കൊടുക്കാം. അപ്പം നമുക്ക് ഒരു തോരണം പോലെ ചെയ്യാനുള്ള രീതിയിൽ കിട്ടും. ഇതുപോലെ നമുക്ക് 26 പേപ്പറാണ് ആവശ്യമുള്ളത്. നമുക്കൊരു A4 ഷീറ്റ് തന്നെ 4ആയിട്ട് മടക്കിയിട്ട് ഇങ്ങനെ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരുമിച്ച് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ഇതുപോലെ കുറേയധികം പേപ്പർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ആൽഫബറ്റ്സ് എഴുതാം. ഇനി നമുക്ക് ഇതിനകത്ത് ലെറ്റർ എഴുതി കൊടുക്കാം. A എഴുതിയിട്ടുണ്ട്. ഞാൻ ഇതുപോലെ ബാക്കി ലെറ്റേഴ്സും കൂടി എഴുതി വെച്ചു. A, B, C, D, E, F, G, H, I, J, K, L, M, N, O, P, Q, R, S, T, U, V, W, X, Y, Z. നമുക്ക് ഇതിന്റെ അടിയിലായിട്ടൊരു ചരട് ഒട്ടിച്ചു കൊടുത്തിട്ട് നമുക്കിത് കോർത്ത് ക്ലാസ്സിൽ അലങ്കരിക്കാവുന്നതാണ്. നമ്മൾ ഇതുപോലെ ഒരു ചരട് എടുക്കുക. ആ ചരടിൽ നമ്മൾ എഴുതിയതിന്റെ പിറകുവശം വെക്കുക. എന്നിട്ട് ആ ചരടുമായിട്ട് ചേർത്ത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. സെല്ലോ ടേപ്പോ ഡബിൾ സൈഡ് ടേപ്പോ എന്ത് വേണമെങ്കിലും വെച്ചിട്ട് നമുക്ക് ഒട്ടിക്കാം. ഇനി കുറച്ച് ഗ്യാപ്പിൽ നമ്മൾ ചെയ്തു വെച്ച ലെറ്റേഴ്സ് ഒട്ടിച്ചെടുക്കാം. എല്ലാ ലെറ്റേഴ്സും ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ നമുക്ക് ക്ലാസ്സിൽ ലെറ്റേഴ്സ് എഴുതി തോരണം പോലെ തൂക്കിയിടാവുന്നതാണ്. നമുക്ക് സൺഡേ മൺഡേ എഴുതുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ A4 ഷീറ്റ് മടക്കി 2ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്തതിനകത്ത് നമുക്ക് സൺഡേ മൺഡേ എഴുതിയെടുക്കാം. ഞാൻ നേരത്തെ തന്നെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പല കളേഴ്സിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു ചെടിയിൽ തൂക്കിയിടാൻ വേണ്ടിയാണ്. അപ്പൊ അതിന്റെ തണ്ടിന് വേണ്ടി നമുക്ക് ഏതെങ്കിലും ബ്രൗൺ കളർ പേപ്പർ എടുക്കാം. ഇത് ചുരുട്ടിയാണ് എടുക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സമത്തിനൊന്നും മടക്കണ്ട. ഇതുപോലെ വെറുതെ ഒന്ന് മടക്കിയിട്ട് ഇത് നമുക്ക് ചുരുട്ടിയെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചുരുട്ടി നമുക്ക് എടുക്കാം. ഞാൻ അങ്ങനെ 2 സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നീളത്തിലുള്ള പേപ്പർ നമ്മുടെ വീട്ടിലുള്ള പഴയ സഞ്ചി, പേപ്പർ ബാഗ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ബ്രൗൺ കളറുള്ള ഇത് ഇതുപോലെ 2 ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചേർത്ത് നമുക്ക് ഒട്ടിക്കാം. ചേർത്ത് ഒട്ടിക്കണം. ഇതിലേക്ക് കുറച്ച് ലീഫുകളും കൂടി നമുക്ക് വെട്ടിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ നേരത്തെ തന്നെ വെട്ടിവെച്ചതാണ്. ആ ലീഫ് നമുക്ക് ഇവിടെ ഇങ്ങനെ വെച്ചു കൊടുക്കാം. നമ്മൾ ക്ലാസ്സിൽ എവിടെയാണോ ഒട്ടിക്കുന്നത് ആ വെക്കാൻ ഉദ്ദേശിക്കുന്നിടത്ത് നമുക്കിത് ചെയ്യാം.
നമുക്ക് ഇല വെട്ടിയെടുക്കുന്നതിനായിട്ട് ഇതുപോലെ ഒരു പേപ്പർ എടുത്തിട്ട് നമുക്ക് രണ്ടായിട്ട് മടക്കാം. രണ്ടായിട്ട് മടക്കിയിട്ട് നമുക്ക് ഇലയുടെ ഷേപ്പിൽ ഇതുപോലെ വെട്ടിയെടുക്കാം. ഞാൻ എൻ്റെ കയ്യിൽ കറക്റ്റ് ഗ്രീൻ കളർ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ കളർ അടിക്കുകയാണ് ചെയ്തത്. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ നമുക്കൊരു നൂല് ആവശ്യമാണ്. ഈ നൂലിലേക്ക് നമുക്ക് സൺഡേ മൺഡേ ഒട്ടിച്ചു കൊടുക്കാം. അതിനായിട്ട് നമ്മൾ ഏത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പേപ്പർ നൂലിൻ്റെ അടിവശത്ത് വരത്തക്ക രീതിയിൽ വേണം ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. ഇങ്ങനെ നമുക്ക് എല്ലാ പേപ്പറും ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ആ വെച്ചേക്കുന്നതിൻ്റെ നൂലും പേപ്പറുമായിട്ട് നമുക്ക് ചേർത്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇത് നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടും. നമ്മൾ എവിടെയാണോ തൂക്കിയിടാൻ ഉദ്ദേശിക്കുന്നത് അവിടെ നമുക്ക് ഈ ഒരു രീതിയിലായിരിക്കും കിട്ടുന്നത്. ഇതുപോലെ നമുക്ക് എവിടെയാണോ സെറ്റ് ചെയ്യേണ്ടത് അവിടെ നമുക്കിത് ചേർത്ത് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. കുറച്ചുകൂടി ഇലകളും ഇതിനകത്ത് ഒട്ടിച്ചു കൊടുക്കണം. പിന്നീട് നമ്മൾ സൺഡേ മൺഡേ എഴുതിയത് ഇതുപോലെ ഒട്ടിച്ച് താഴേക്ക് തൂക്കിയിടാവുന്നതാണ്. ഇത് ഞാൻ നമ്മുടെ 1ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള കുറച്ച് ഷേപ്പാണ്. അവർക്ക് ഇപ്പോൾ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ഷേപ്സ്. ഇത് നമുക്ക് ക്ലാസ് റൂമിൽ എവിടെയെങ്കിലും ഒട്ടിച്ചു വയ്ക്കാവുന്നതാണ്. പാഠഭാഗവുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോകൾ വേണമെങ്കിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.